ഹലോ, ഇത് നമ്മുടെ നാലാമത്തെ പാർട്ടാണ്. ഇതിന് മുന്നുള്ള പാർട്ടുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റായിട്ട് എഴുതി ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് അടിക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ സീൻ ഒന്ന് സെറ്റ് ചെയ്യാം. സീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഫ്ലോറിന് ടൈല് കൊടുക്കണം. അപ്പൊ ടൈല് കൊടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ ഈ ഫ്ലോറും ഈ വാളും കൂടി ഒന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കിച്ചൺ ഒന്ന് മാർക്ക് ചെയ്യണം. കിച്ചണിനകത്ത് ചിലപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ടൈല് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇതൊന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കുക. ബാക്കി വരുന്ന ഏരിയ സെലക്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഏരിയകളുടെ ഈ ബാത്റൂം വരുന്ന ഏരിയയും കൂടി ഒന്ന് സെലക്ട് ചെയ്യണം. റെക്റ്റാങ്കിൾ വരച്ച് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അതിനുശേഷം ഈ ബാക്കി വരുന്ന ഏരിയകളിൽ, അതായത് ഈ ഒരു ഏരിയ, ഇത്രയും ഏരിയ ഞാൻ ജസ്റ്റ് ഒരു 2 സെന്റിമീറ്റർ താഴ്ത്തുന്നുണ്ട്, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ താഴ്ത്തുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈല് കൊടുക്കുമ്പോൾ ഇത്ര ഹൈറ്റിൽ അത് പൊന്തി വരും. അതിന് ശേഷം ഞാൻ ഈ പ്ലഗിന്, നമ്മളെ ഫ്ലോർ ജനറേറ്റർ എന്ന് പറഞ്ഞ പ്ലഗിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ലെങ്ത്തും വിഡ്ത്തും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് 1200, നമ്മളെ 2.4 ടൈലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഒരു 3 mm ഗ്യാപ്പ്, 1 സെന്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ടൈല് ജനറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ടൈല് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സീന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഈ സെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് സ്കെച്ചപ്പിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സെക്ഷൻ ടിക്കറ്റ് കൊടുക്കണ്ടാവും. ഓക്കെ, അപ്പൊ അതിനകത്ത് നിന്ന് പിന്നെ ഈ ഒരു സെക്ഷൻ പ്ലെയിൻ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ സീന് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഹൈഡ് ആക്കിയിട്ടുള്ള എല്ലാ ലെയറും ഒന്ന് അൺഹൈഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെൻഡർ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നമുക്ക് ആവശ്യം വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ എക്സ്ട്രാ വന്നുള്ള 2 ടാഗ് ഡിലീറ്റ് ആക്കുന്നുണ്ട്. അതിനുശേഷം ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഈ ഒരു സീലിംഗ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഈ ഏരിയയിൽ വന്ന് നമ്മളെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ ബെഡ് ഒന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ള മെഷുകൾ ഒക്കെ ഒന്ന് ഈ ബെഡ്റൂമിന്റെ ലെയറിലോട്ട് ആയി കൊടുക്കണം. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് അതിലോട്ട് സെറ്റ് ചെയ്തിരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതൊക്കെ നമ്മൾ അതിലോട്ട് അസൈൻ ചെയ്തിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇത്തരം സംഭവങ്ങൾ അതിലോട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കോമണിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യുക, ജിപ്സം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു പേര് കൊടുത്തിട്ട്, അപ്പോൾ ജിപ്സം സീലിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജിപ്സം സീലിംഗ് തന്നെ കൊടുക്കുക. ശേഷം ഇത് സെലക്ട് ചെയ്യുക, ഇതിനകത്തോട്ട് അസൈൻ ചെയ്യുക. ഇനി നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഓൺ ചെയ്യണം. ഇത് നമ്മളിങ്ങനെ ഓൺ ചെയ്യാതെ സീന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അത് ആദ്യം മുതൽ ചെയ്ത പണി വീണ്ടും ചെയ്യേണ്ടി വരും. അതായത് ഈ ഇതൊക്കെ ഓൺ ചെയ്തിട്ട് വീണ്ടും സീന് അപ്ഡേറ്റ് കാര്യങ്ങൾ കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതിന് ശേഷം നമുക്ക് ഈ ടൂൾസ്, അതായത് നമ്മൾ സെക്ഷൻ പ്ലെയിൻ എടുക്കുക. ആദ്യത്തെ വ്യൂ ഇവിടുന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഒന്നെങ്കിൽ ഈ ബ്ലാക്ക് ലൈൻമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലൈൻ സെലക്ട് ആയിട്ടുള്ളത്. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഓറഞ്ച് സെക്ഷൻമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മതി. അതിനുശേഷം മൂവ് ടൂൾ എടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ട് ഓക്കെ, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ശേഷം ഇങ്ങനെ വന്നിട്ട്
നമ്മൾ സ്കെച്ചപ്പിൽ ജസ്റ്റ് ഒന്ന് സീന് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. നമ്മൾ എൻസ്കേപ്പിൽ റെൻഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻസ്കേപ്പിലാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ വ്യൂവിൽ വരിക. ഇവിടെ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ആനിമേഷൻ എന്ന് പറഞ്ഞ അടുത്ത് ആഡ് സീൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിനുശേഷം അടുത്ത സീന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരിക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സെക്ഷൻ കൊടുത്തിട്ട് അതിനും ഇതുപോലെ കട്ട് ചെയ്യുക. ഇത് ഓഫ് ചെയ്തിട്ട് ഇവിടെ വരിക. ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് സീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അല്ല, ആഡ് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ അങ്ങനെ 4 സീൻ, ഞാനൊക്കെ ഒരു 5 സീനോളം എടുക്കലുണ്ട്. അതായത് 4 സൈഡിൻ്റെയും വ്യൂ അതുപോലെ സീലിങ്ങിൻ്റെയും വ്യൂ എടുത്തിട്ടാണ് ഞാൻ പ്രോജക്റ്റ് റെൻഡർ എടുക്കൽ. അതായത് റൂമിൻ്റെ 4 സൈഡും സീലിങ്ങും അങ്ങനെ 5 റെൻഡർ മിനിമം എടുക്കലുണ്ട് ഒരു ബെഡ്റൂമിൽ. പിന്നെ എക്സ്ട്രാ എന്താ പറയുക, നമ്മളെ ഡ്രസ്സിങ് ഏരിയ ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എക്സ്ട്രാ എടുക്കലുണ്ട്. അപ്പം മിനിമം 5 വ്യൂ എന്തായാലും ഉണ്ടാവും ഒരു റൂമിൽ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഈ ഒരു സീനിലോട്ട് വരികയാണ്. ഗ്രൗണ്ട് വർക്ക് എന്ന് പറഞ്ഞ ഗ്രൗണ്ട് വർക്ക് എന്ന് സേവ് ചെയ്തിട്ടുള്ള ഈ ഒരു സീനിലോട്ട് വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് നമ്മൾ സീലിംഗ് നമ്മൾ ചെയ്തില്ല, സീലിംഗിന്റെ ടാഗ് ഇല്ലേ, അത് ജസ്റ്റ് ഓഫ് ചെയ്യുക. അതിന് ശേഷം ഇതൊന്ന് അപ്ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അവിടെ വരുമ്പോൾ സീലിംഗ് ഇല്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള സംഭവമായിരിക്കും നമുക്ക് കിട്ടുക. നമ്മളെ സീനിലുള്ള എല്ലാ മെറ്റീരിയലും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻസ്കേപ്പിന്റെ അസറ്റ് മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക. ശേഷം ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യുക. അത് നമുക്ക് ഈ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യുക. അതിന്റെ റിഫ്ലക്ഷൻ ഒരു 40 to 35 ഒക്കെ നമുക്ക് കൊടുക്കാം. ശേഷം നമ്മളെ വാള് പിന്നെ ഓൾറെഡി നമ്മൾ എക്സ്റ്റീരിയർ ചെയ്തുകൊണ്ട് അത് അവിടെ ഉണ്ട്. ഓക്കെ, അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ലോവർ പാനൽ സെലക്ട് ചെയ്യുക. അതിന് റിഫ്ലക്ഷൻ ഒരു ഏകദേശം ഒരു 50 കൊടുക്കുക. യൂസ് ആൽബിനോ കൊടുത്തിട്ട് ഹൈറ്റ് മാപ്പ് യൂസ് ആൽബിനോ കൊടുക്കുക. നമ്മുടെ അടുത്ത് PBR മെറ്റീരിയൽ ഉണ്ടെങ്കിൽ PBR അപ്ലൈ ചെയ്താലും മതി. ഇനി സെന്ററിൽ ഒരു ബ്ലാക്ക് ലൈന് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് റിഫ്ലക്ഷൻ കൂട്ടി കൊടുക്കുക. ശേഷം ഈ കട്ടറിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. യൂസ് ആൽബിനോ കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു 3.5 അതിന്റെ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വുഡ്, അതായത് ഈ ബെഡിന്റെ ഒക്കെ വുഡ് തന്നെയാണ് നമ്മൾ ഇവിടെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. അതും ജസ്റ്റ് ഒരു 30 to 40 കൊടുക്കുക. ഇത് പിന്നെ മിററാണ് വരുന്നത്. അതുപോലെ ഈ വിൻഡോന്റെ ഈ ഒരു കളർ സെലക്ട് ചെയ്യുക. ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ്. സ്വിച്ച് ബോർഡിലോട്ട് വരിക. സ്വിച്ച് ബോർഡ് ഓക്കെയാണ്. കേസിന്റെ മെറ്റീരിയൽ ഓക്കെയാണ്. അതൊക്കെ ഞാൻ ഓൾറെഡി പിന്നെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഇതിന്റെ ഒറിജിനൽ ഫയൽ ഓപ്പൺ ചെയ്ത് അതിനകത്ത് എൻസ്കേപ്പിന്റെ മെറ്റീരിയൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പൊ അതാകുമ്പോൾ നമുക്ക് ഇതിനെ റീയൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഈ ബെഡിന്റെ മെറ്റീരിയൽ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ഗ്രേ ഷെയ്ഡ് സെലക്ട് ചെയ്യുക. യൂസ് ആൽബിനോ കൊടുക്കുക. റിഫ്ലക്ഷൻ ഒന്നും വേണ്ട. അടുത്ത ഈ പില്ലോന്റെ മെറ്റീരിയൽ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, പില്ലോന്റെ മെറ്റീരിയൽ ഓൾറെഡി ഉണ്ട്, സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. അത് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇത് നമുക്ക് PBR മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഒക്കെ ഡിലീറ്റ് ആക്കുക. അതിനുശേഷം ഫോൾഡർ സെലക്ട് ചെയ്യുക.
ഫോൾഡർ നമ്മൾ ഈ ബമ്പ് കൊടുക്കാൻ വേണ്ടി ഈ ഫോൾഡർ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ ഫോൾഡർ കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എഡിറ്റിൽ വരിക. എഡിറ്റിൽ വന്നിട്ട് ഈ ഒരു ഫോൾഡറിന്റെ ഐക്കൺ കണ്ടില്ല, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ലിങ്ക് കോപ്പി ചെയ്യുക, അതായത് ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക. അതിനുശേഷം ഹൈറ്റ് മാപ്പിന്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വന്ന് ആ കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ ആ ഫോൾഡറിന്റെ പാത്ത് അവിടെ പേസ്റ്റ് ആവും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാം. ഇതിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് മാപ്പിന്റെ ടെക്സ്ചർ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ബം മാപ്പ് എന്നുള്ളത് മാറ്റി ഡിസ്പ്ലേസ്മെന്റ് ആയി കൊടുക്കുക. ഇതിന്റെ വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കുറക്കുന്നുണ്ട്, പിന്നെ നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. 0.7 വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്ഷനും മാപ്പ് ഇതിനകത്തുണ്ട്, അതും കൊടുക്കുക. പിന്നെ ഈ കാർപ്പറ്റ് സെലക്ട് ചെയ്യുക. കാർപ്പറ്റ് സാബിയുടെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് 4 കൊടുക്കുക. പിന്നെ ഇപ്പൊ നമുക്ക് വരുന്ന മെറ്റീരിയല് പിന്നെ ഈ വൈറ്റ് മെറ്റീരിയൽ കർട്ടന്റെ വൈറ്റ് മെറ്റീരിയൽ ആണ്. സെലക്ട് ചെയ്ത് അതും ഇതുപോലെ തന്നെ കൊടുക്കുക. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ജനറിക് മാറ്റിയിട്ട് സെൽഫ് ഇലുമിനേറ്റഡ് ആയി കൊടുക്കുക. ഇവിടെ വാല്യൂസ് ഒന്നും ചേഞ്ച് വരുത്തണ്ട. ഓക്കെ, പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജനറിക് ആക്കാം. അതുപോലെ ഇവിടെ വുഡ് കൊടുത്ത് ഇത് കൊടുത്ത് ജസ്റ്റ് എല്ലാ മെറ്റീരിയലും ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ വൈറ്റ് മെറ്റീരിയൽ ഹൈ ഗ്ലോസി മെറ്റീരിയൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10-12 വെച്ചു കൊടുക്കുക. ഇനി ഹാൻഡിൽ നമ്മളെ സീനിലുള്ള കംപ്ലീറ്റ് സംഭവം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ ഹാൻഡിൽ സെപ്പറേറ്റ് മെറ്റീരിയൽ ആണ് നോബിനൊക്കെ. അപ്പൊ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം ബ്ലാക്കിലോട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെ ആക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മിറർ എടുത്തു. അതിനുശേഷം ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് ഓക്കെ, അത് സെയിം മെറ്റീരിയലാണ് നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ശേഷം ഇവിടെയുള്ള ഈ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ഒരു പ്ലാന്റിനെ ഒന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ആ പ്ലാന്റിനെ ഞാൻ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ ഓൾറെഡി അതിന്റെ പ്രോക്സി എൻസ്കേപ്പ് പ്രോക്സി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എടുത്ത് യൂസ് ചെയ്യാം. അപ്പൊ ലോഡ് ഒന്ന് കുറഞ്ഞു കിട്ടും നമുക്ക്. അതിനുശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ താഴെയുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. ഓക്കെയാണ്. റിഫ്ലക്ഷൻ 17 ഉണ്ട്. വുഡിന്റെ പീസിന് 40 റിഫ്ലക്ഷൻ ഉണ്ട്. ജസ്റ്റ് വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതൊക്കെ ഓൾറെഡി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളായതുകൊണ്ട് എല്ലാം മെറ്റീരിയൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ നമ്മളെ കയ്യിലുള്ള സംഭവങ്ങൾ ഈ ഒരു രീതിയിൽ മെറ്റീരിയൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഏത് സോഫ്റ്റ്വെയർ ആണോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ബെഡ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ സീലിംഗിന്റെ മെറ്റീരിയൽ ഒന്ന് നോക്കാം. സീലിംഗിൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി സെറ്റ് ആയിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും മെറ്റീരിയൽ വിട്ടു പോയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ബ്ലാക്കിന് നമ്മൾ മെറ്റീരിയൽ കൊടുത്തില്ല. ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ, ഒരുപാട് വേണ്ട, ഒരു 60% റിഫ്ലക്ഷൻ കൊടുക്കുക. അതുപോലെ ഈ ഫാനിന്റെ മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാം. റിഫ്ലക്ഷൻ ഉണ്ട്. ഓക്കെ, ഇത്ര മതി. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഇതിന്റെ റെൻഡർ സ്ക്രീൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഒന്ന് റെൻഡർ അടിച്ചു നോക്കാം. ഓക്കെ, ഈ സീൻ ഇങ്ങനെ മാറ്റുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. നമ്മളിങ്ങനെ സീന് മാറ്റുമ്പോൾ
ഇതിങ്ങനെ ഈ ഒരു ആനിമേഷൻ വരുന്നില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യൂവിൽ വരിക, ആനിമേഷനകത്ത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ 1 എന്നുള്ളത് 0 ആക്കുക, അതായത് ഡിലേ 0 ആക്കുക, ഈ എനേബിൾ സീൻ ട്രാൻസിഷൻ എന്നുള്ളത് ഓഫ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അത് ആ ഒരു ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് സീന് ചേഞ്ച് ആവും. ജസ്റ്റ് സേവ് അടിക്കുക. നമ്മൾ ഇടക്കിടക്ക് സേവ് ചെയ്യണം കേട്ടോ. ഞാൻ ഇടക്കിടക്ക് കൺട്രോൾസ് അടിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ശീലാക്കി മാറ്റേണ്ടി വരും. കാരണം ഇടക്കിടക്ക് കൺട്രോൾസ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അഥവാ ക്രാഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത പണി ഫുള്ള് വേസ്റ്റ് ആവും. ശേഷം ഒന്ന് റെൻഡർ ചെയ്യാം. ഓക്കെ, ഇത് റെൻഡറായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സേവ് ഫ്രെയിം ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത പാർട്ടിൽ നമുക്ക് ലൈറ്റിംഗ് സെറ്റ് ചെയ്തിട്ട് റെൻഡർ എടുക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും പാർട്ടിന്റെ ലിങ്ക് പിന്നെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.